നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് സന്ധ്യാദീപ വിധിയെക്കുറിച്ചാണ്. അതായത് സന്ധ്യാദീപം തെളിയിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. സന്ധ്യാദീപം അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എല്ലാ ഭവനങ്ങളിലും വൈകിട്ട് സന്ധ്യാദീപം തെളിയിക്കുന്ന പതിവുണ്ട്. അത് ആരും ചെയ്യാത്തതായിട്ടുള്ള ഭവനങ്ങൾ ഉണ്ടാകില്ല, അങ്ങനെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലെങ്കിൽ പോലും ചില സന്ധ്യാദീപ വിധികൾ, അതായത് എന്തിനാണ് നമ്മൾ സന്ധ്യാദീപം തെളിയിക്കുന്നത്, അതുകൊണ്ടുള്ള മഹത്വത്തിനെക്കുറിച്ച് ഞാനിന്ന് പറഞ്ഞു തരാം. അതായത് ഭവനം ഐശ്വര്യപൂർണ്ണമാക്കുന്നതിന് അത്യാവശ്യമായ ഒരു കാര്യം തന്നെ വേണമെങ്കിൽ പറയാം. ഒരനുഷ്ഠാനമാണ് സന്ധ്യാദീപം തെളിയിക്കൽ. കാരണം സന്ധ്യാനേരം വീട്ടിലേക്ക് ഐശ്വര്യം കടന്നു വരുന്നൊരു സമയം കൂടിയാണ്. അമ്പലങ്ങളിൽ ദീപാരാധന നടക്കുന്നു, ചുറ്റുമുള്ള ക്ഷേത്രങ്ങളിലെല്ലാം ആ സമയത്ത് ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു നേരം കൂടിയാണ് ഈ സന്ധ്യാനേരം. അതിനാൽ ഭവനത്തിനെ ഐശ്വര്യപൂർണ്ണമാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഭവനത്തിൽ സന്ധ്യാസമയത്ത് ദീപം തെളിയിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്. പ്രാതസന്ധ്യയിലും സായം സന്ധ്യയിലും ദീപം തെളിയിക്കുക എന്നത് ഒരു നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. ഇരു സന്ധ്യകൾക്കും ഈശ്വരാരാധനയിൽ സവിശേഷമായ പ്രാധാന്യവുമുണ്ട്. രാത്രിയും പകലും തമ്മിൽ സന്ധിക്കുന്ന സമയമാണ് പ്രാതസന്ധ്യ. സൂര്യോദയത്തിന് 3 മണിക്കൂർ മുമ്പുള്ള ബ്രാഹ്മമുഹൂർത്തം മുതൽ സൂര്യോദയം വരെയുള്ള സമയം ഈശ്വര ഭജനത്തിന് അതിവിശിഷ്ടമാണ്. സാധാരണ രാവിലെയും വൈകിട്ടും വിളക്ക് തെളിയിക്കുന്ന പതിവാണ് ചില ഗൃഹങ്ങളിലുള്ളത്. നല്ല കാര്യം തന്നെ. രാവിലെ എണീക്കുമ്പോൾ വിളക്ക് തെളിയിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. എങ്കിലും 2 നേരവും വിളക്ക് തെളിയിക്കാൻ പറ്റാതെ വരുന്ന ഭവനങ്ങളിൽ വൈകുന്നേരം, അതായത് സന്ധ്യ സമയത്ത് വിളക്ക് തെളിയിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. സന്ധ്യാസമയം വിളക്ക് കൊളുത്തി നാമം ജീവിക്കേണ്ട സമയമാണ്. ആ സമയങ്ങളിൽ നമ്മൾ കളിക്കാനോ, അതായത് കുട്ടികളാണെങ്കിൽ ഒരു മുതിർന്നവർ പറയാറില്ലേ, വിളക്ക് വയ്ക്കുന്ന സമയത്ത് നിങ്ങൾ കളിച്ചിടുന്നത് നല്ലതല്ല, വിളിച്ചു മറ്റുള്ള കൂട്ടരെയും കുളിച്ചു നാമം ജപിച്ചിടണം എന്നാണ് പറയുന്നത്. അതായത് കുട്ടികൾ, മുതിർന്നവരെ പോലും ആ വേളയിൽ ഭഗവാനെ ധ്യാനിക്കാനായിട്ട് കുറച്ച് സമയം മാറ്റിവെക്കേണ്ട അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത കാര്യമാണ്. കാരണം രാവിലെ മുതൽ ആ സന്ധ്യാസമയം വരെ നമ്മളുണ്ടായ വിഷമങ്ങളെ വരെ നമുക്ക് ഭഗവാന്റെ മുമ്പിൽ, ആ ദീപനാളത്തിൻ്റെ മുമ്പിൽ ഇറക്കി വെക്കാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ്. അപ്പോൾ സന്ധ്യയ്ക്ക് 1 നാഴിക മുമ്പ് ദീപം ജ്വലിപ്പിക്കണം. അടുക്കളയിൽ നിന്നാണ് ദീപം കത്തിച്ചു കൊണ്ടുവരേണ്ടത് എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ആരും അങ്ങനെ ചെയ്യാറില്ല. ദീപം കൊണ്ടുവരുമ്പോൾ ദീപം ദീപം എന്ന് പറയേണ്ടതും തത്സമയം എല്ലാവരും എഴുന്നേറ്റ് വണങ്ങേണ്ടതുമാണ്. നിശ്ചിത ദിശകളിൽ നിന്ന് ദീപം കാണണം. ദീപം പുറത്തു കൊണ്ടുവന്ന് പാമ്പിൻകാവ്, തുളസിത്തറ തുടങ്ങിയ സ്ഥാനങ്ങളിൽ വിളക്ക് വെച്ച് ദിക്കുകൾക്കും വൃക്ഷങ്ങൾക്കും തൊഴുതുനിന്നും ദീപം കാട്ടണം. ഇപ്പോൾ അങ്ങനെ ആരാധനകളൊന്നുമില്ല. പണ്ടത്തെ കാലങ്ങളിൽ പറയാറുണ്ട് അടുക്കളയിൽ നിന്നാണ് ദീപം തെളിയിക്കേണ്ടതെന്ന്. കാരണം നമ്മുടെ ഭവനത്തിൽ അടുക്കളയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള. ആഹാരം ഉണ്ടെങ്കിലല്ലേ മനുഷ്യൻ ജീവിച്ചിരിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ പണ്ടത്തെ കാലത്താണല്ലോ ദീപം അടുക്കളയിൽ നിന്നാണ് കത്തിച്ചു കൊണ്ടുവേണ്ടത്. ഇന്നിപ്പോൾ ആരും ചെയ്യാറില്ല. കേൾക്കുന്നവർക്ക് പോലെ അടുക്കളയിൽ നിന്ന് ദീപം കത്തിക്കുന്നതെന്ന് വരെ തോന്നിപ്പോകാറുണ്ട്. അപ്പോൾ ദീപം കത്തിക്കുന്ന നേരത്ത്, ഇപ്പോൾ ചില വീടുകളിൽ സന്ധ്യാനേരമാകുമ്പോഴായിരിക്കും വിരുന്നുകാരും മറ്റും വരും. അപ്പോൾ ആ സമയത്ത് അവർ കയറി വരുന്ന മുറിയിൽ ഇത് സംസാരിക്കുമ്പോൾ അവിടെ തന്നെ ആയിരിക്കും ചില വീടുകളിൽ വിളക്ക് കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഈ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്ക് ഇവരുടെ സംസാരം അരോചകത്വമായിട്ടോ അല്ലെങ്കിൽ അതിനകത്തോട്ട് അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെയൊക്കെ വരാറുമുണ്ട്. അതിനാൽ വരുന്നവരായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിളക്ക് വയ്ക്കുന്ന സമയത്ത് ദീപം ദീപം എന്ന് ചൊല്ലി വേണം വിളക്ക് കത്തിക്കാൻ. അപ്പോൾ ചുറ്റുമുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും ദീപം ആ നേരത്ത്. കുട്ടികളിൽ പോലും അതേ സന്ധ്യാനേരമാണ്, ഞാൻ ഭഗവാനെ ആരാധിക്കേണ്ട സമയമാണിത്, ആ നേരത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികളിൽ നിന്ന് എല്ലാം മാറ്റി ഭഗവാനിലേക്ക് ഒരു നിമിഷമെങ്കിലും, ആ ഒരു ദീപം എന്ന് കേൾക്കുന്ന ആ ശബ്ദമുഖരിതമായ നിമിഷമെങ്കിലും ഭഗവാനിലേക്ക് നമ്മൾക്ക് മനസ്സർപ്പിക്കാനായി സാധിച്ചാൽ തന്നെ ഏറ്റവും പുണ്യമാണ്.
അല്ല ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോയി അത് ചെയ്യണം ഇത് ചെയ്യണമെന്നില്ല. ആ നിമിഷമെങ്കിൽ നമ്മൾ ഭഗവാനിൽ അർപ്പിച്ചാൽ അത് ഭഗവാൻ സ്വീകരിക്കും. നമ്മുടെ ആ ഹൃദയത്തിൻ്റെ ആ നൈർമല്യത്തെ ഭഗവാൻ ഉൾക്കൊള്ളും. അത് ഉറപ്പ് തന്നെയാണ്. അപ്പോൾ വിളക്ക് കത്തിക്കണം എന്ന് പറയുന്നത് അതിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. വിളക്ക് കത്തിക്കുമ്പോൾ നമ്മൾ ഭഗവാനിൽ അർപ്പിക്കുക. വിളക്ക് കത്തിച്ച് കിണ്ടിയിൽ വെള്ളം വെച്ച് കുറച്ച് പൂവ്, അതായത് തുളസിയില ആയാലും കുറച്ച് പൂവ് ഭഗവാനെ അർപ്പിച്ച് ചന്ദനത്തിരി കർപ്പൂരം ഇവ കത്തിച്ച് കുറച്ച് നേരം ഭഗവാനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. നാമജപങ്ങൾ ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. കോടാനുകോടി പൈസകളായ കാശ് മുടക്കി ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ഭഗവാൻ പറയുന്നില്ല. ചെയ്താൽ നമ്മുടെ മനസ്സിൽ സന്തോഷത്തിന് വേണ്ടി നമുക്ക് ചെയ്യാം. അത് സത്യം തന്നെയുള്ള കാര്യമാണ്. എങ്കിൽ പോലും നാമജപം മുടങ്ങാതെ ഓം നമഃ ശിവായ എന്ന് പോലും നമ്മൾ ജപിക്കുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഈ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് കോടികളൊന്നും ഭഗവാൻ അനുഗ്രഹിച്ചില്ലെങ്കിൽ പോലും അവസാന സമയം നമ്മളെ കഷ്ടപ്പെടുത്തത്തില്ല ഭഗവാൻ. അതാണ് ഭഗവാൻ സത്യമാണ്. ഞാൻ പറയുന്നത്. നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. ഒരു നിമിഷമെങ്കിലും 100,000 വിഷമങ്ങളുണ്ടെങ്കിൽ പോലും ഒരു നിമിഷം ആ മഹാദേവ, നാരായണ, ശംഭോ, ശങ്കര, ഗൗരീപതി എന്നൊന്ന് വിളിച്ചു നോക്കൂ. അതിനപ്പുറം പുണ്യം എന്താണ് വേണ്ടുന്നത്? അതിനപ്പുറം പുണ്യം എന്താണ് കിട്ടുന്നത്? 100 കോടി യാഗം ചെയ്താലും പുണ്യമാണ്. എങ്കിൽ പോലും യാഗം ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് മാറി നിന്നിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കാതിരുന്നാലൊന്നും അതിനകത്ത് കാര്യമില്ല. ദൈവത്തെ മുറുകെ പിടിക്കുക, സന്ധ്യാദീപം കത്തിക്കുക, ആ സമയത്തെങ്കിലും ഭഗവാനെ പ്രാർത്ഥിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല പ്രവൃത്തി ചെയ്യുക, നല്ലൊരു ജീവിതം എല്ലാവർക്കും ഉണ്ടാകും. നല്ല മനസ്സോടുകൂടി ദൈവത്തിൽ അർപ്പിക്കുക. മനസ്സാണ് ഭഗവാൻ ആവശ്യം. അല്ലാതെ കൂടുതലായി കാര്യങ്ങളൊന്നും ഭഗവാൻ പറയുന്നില്ല. നിൻ്റെ മനസ്സ് എനിക്ക് തരൂ, നിന്നിൽ ഞാൻ വസിക്കാം. ഇതാണ് ഭഗവാൻ പറയുന്നത്. മനസ്സാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട അർച്ചന. നമസ്കാരം.